കൊച്ചി കണ്ണമാലിക്കാരുടെ ദുരിതത്തിന് ഇത്തവണയും അറുതിയില്ല. വലിയ കടലേറ്റമാണ്. പ്രദേശത്തെ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് സ്ഥലത്തെ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. മേഖലയിൽ കഴിഞ്ഞ മാസവും രൂക്ഷമായ കടലാക്രമണം ഉണ്ടായതിനെ തുടർന്ന് വീടുകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റി. കൊച്ചി കണ്ണമാലി ചെറിയ കടവ് ഭാഗങ്ങളിൽ കടലാക്രമണത്തിൽ 2 ദിവസത്തിനിടെ തകർന്നത് 10 വീടുകളാണ്. മുൻവർഷങ്ങളെക്കാൾ രൂക്ഷമായ കടൽക്ഷോഭമാണ് ഈ വീട് മേഖലയിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട്. കനത്ത മഴ 1.5 മണി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂചലനം. വടക്കൻ സുമാത്രയ്ക്ക് സമീപത്താണ് ഭൂചലനം ഉണ്ടായത്. സമീപം 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭീമാകാരമായ ഭൂകമ്പം. US ജിയോളജിക്കൽ സർവേ ആദ്യം 8.7 എന്ന് രേഖപ്പെടുത്തിയ ഈ ഒരു കൂറ്റൻ ഭൂകമ്പം ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയ 10 ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ്. ഇത് ഭൂമിയുടെ പുറംതോടിൽ മാത്രമല്ല, ശാന്തസമുദ്രത്തിലുടനീളം വ്യാപകമായ പ്രകമ്പനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. 90,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. എന്റെ ചുറ്റുമുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തരായിരിക്കും. പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്നെ ചുറ്റും. അപ്പൻ എന്റെ കണ്ണുകളിൽ കണ്ട ആ നിയോഗം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോ ഇതൊരു തുടക്കം മാത്രമാവാം.